ഇതെന്ത് പറ്റി? ഒരു പ്രച്ഛന്ന വേഷമൊക്കെ. ഈ നിറം അനുരാധയ്ക്ക് ഇഷ്ടമല്ലേ? എന്റെ ചെലവിൽ ഇറങ്ങിയിരിക്കുക ശവം. പറഞ്ഞോ, ഇത് അനുരാധയുടെ ഇഷ്ട നിറമല്ലേ? അതെ. എനിക്ക് തോന്നി നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണല്ലോ ഈ ത്യാഗം എന്നൊക്കെ പറയുന്നത്. എന്തൊരു ത്യാഗം. ഇനി ഏതൊക്കെ നിറങ്ങളാണ് അനുരാധയ്ക്ക് ഇഷ്ടം? എനിക്ക് എല്ലാ നിറങ്ങളും ഇഷ്ടം. എന്നാ ഞാനിനി എല്ലാ നിറങ്ങളും എടുക്കും. ജീവിതത്തിൽ ഒരിക്കലും നിറങ്ങളോട് കമ്പം തോന്നിയിട്ടില്ല. വിശപ്പിന് മാത്രം ആഹാരം, നാണം മറയ്ക്കാൻ മാത്രം തുണി. മഹാത്മജിയുടെ ആശയങ്ങളിൽ അത്രയ്ക്ക് മുങ്ങിത്താണുപോയി. എന്നിട്ടെന്തിനാ ഇപ്പൊ പൊന്തിയത്? അനുകാരണം. സത്യത്തില് എന്റെതൊരു മണ്ടൻ ചിന്താഗതിയായിരുന്നു. ഗാന്ധിജി അങ്ങനെ ചിന്തിച്ച കാലമാണോ ഇത്? എന്നെക്കാൾ കൂടുതൽ സാമൂഹ്യ സേവനം ചെയ്യുന്ന അനുരാധ ചെയ്യുന്ന എന്താ? ഈ കാലത്തിനനുസരിച്ച് ജീവിക്കുന്നു. എന്റെ കണ്ണ് തുറപ്പിച്ചതിന് നന്ദിയുണ്ട് കുട്ടി. ഇനിയെന്നും ഞാനും അനുരാധയോടൊപ്പം വർണ്ണങ്ങളുടെ ലോകത്തായിരിക്കും. ശരിയാക്കി തരാം. അനുരാധയ്ക്ക് ധർമ്മേട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ. അതൊന്ന് കേൾക്കാനാ ഞാൻ ഈ രണ്ട് കാത് കൂർപ്പിച്ചത്. പറഞ്ഞ വിഷമാവില്ലല്ലോ? ആദ്യമായിട്ടാ ഒരാളിങ്ങനെ പറയാൻ പോകുന്നത്. എന്നാലും സാരമില്ല. അനു മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോ. പറയട്ടെ? പറ. ധർമ്മേട്ടന് ഇത് തീരെ ചേരില്ല. തമാശ അനു, തമാശല്ലേ? ഇങ്ങോട്ട് കാലക്കി അനുരാധ. പെൺകുട്ടികളായ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയണം. ഏത് ഡ്രസ്സും ചേരണമെങ്കിലേ ആണുങ്ങൾക്ക് അതിൻ്റെതായ ഒരു ബോഡി ഷേപ്പ് വേണം. പക്ഷേ ഈ ഡ്രസ്സും തീരെ ചേരുന്നില്ല. അയ്യേ. അനുരാധ, അനുരാധ, ഞാൻ ഇട്ടതുകൊണ്ടാണോ അനുരാധയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഇഷ്ടപ്പെടാതിരുന്നത്? അതല്ല, ധർമ്മേട്ടനെ കുറിച്ച് എന്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് നന്മയുടെ നിറമുള്ള വെളുപ്പ് ധരിച്ച കാര്യഗൗരവമുള്ള ഒരാളായിട്ട്. അതാ ധർമ്മേട്ടന് ചേർച്ച. അതിന്റെ പ്രൗഢി വേറൊരു ഡ്രസ്സിനും കിട്ടില്ല. അനുരാധ, ഗാന്ധിജിയുടെ ആഹ്വാനത്തിന് ശേഷം പിന്നെ ഇന്ത്യയിൽ സംഭവിച്ച ആഹ്വാനം അനുരാധയുടേതാ. നന്ദി കുട്ടി. ധർമ്മേട്ടൻ ഇനി ആ പഴയ ഗൗരവക്കാരൻ തന്നെയായിരിക്കും. താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്. വേണ്ടായിരുന്നു. എന്റെ ഡ്രസ്സിന് ഇത്രയും ബഹുമാനത്തോടെയാണ് അനുരാധ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അവളുടെ മനസ്സിൽ ധർമ്മേട്ടൻ ആ രൂപത്തിൽ പതിഞ്ഞുപോയി. പാവം. ഇനി ഈ ജന്മത്ത് ധർമ്മന് നിറങ്ങളില്ല.
എല്ലാം അനുരാധയുടെ ആഗ്രഹം പോലെ. ഏട്ടാ ദേ, ഇത് ഞാൻ വരുന്ന വഴിയിലകത്ത് ചവിട്ടിക്കൂട്ടിയ നിലയിൽ അനാഥമായി കിടന്നിരുന്ന ടീഷർട്ടാ. ഏട്ടന്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടോ? ആ, ഓ, അവൾക്കിത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നീ എന്തിനാ ഈ ഡ്രസ് എടുത്തിട്ട്? ഏട്ടനല്ലേ പറഞ്ഞത് ഇട്ടോളാൻ. ഇനി ഏട്ടന്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഇടാൻ പോവാ. ഏയ്, അതൊന്നും ശരിയാവില്ല. നിന്റെ ഡ്രസ് ഞാനൊരു രസത്തിന് എടുത്തിട്ടല്ലേ. ഞാനും ഒന്ന് രസിക്കട്ടെ. നീ വന്നേ, നിക്ക്. നീ ഇതിട്ടപ്പോ എന്തോ പോലെ ഇരിക്കുന്നു. നിനക്ക് ഈ കളർ ഡ്രസ്സൊക്കെ ചേരൂ. പിടിച്ചേ. നീ ചെറുപ്പമല്ലേടാ കുട്ടാ. എന്ത് ചെറുപ്പം ചേട്ടാ. ഇതിട്ടപ്പോ എനിക്ക് തന്നെ ഒരു പക്വത തോന്നി തുടങ്ങി. ഊരടാ. എടാ ഊരൻ. ഇല്ല, എനിക്കിത് മതി. ഞാൻ സമ്മതിക്കില്ല. ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വെള്ളം വെള്ളം ഇടാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ടോ? ആ, ഉണ്ട്. ആ, എന്നാ ഏട്ടൻ ഇനി ഈ നിയമം പാലിക്കണം. മേലിൽ ഏട്ടൻ ഈ ഡ്രസ് ഇടരുത്. നിനക്ക് ഭ്രാന്താണോ? നിനക്ക് എന്റെ പ്രായമുണ്ടോ? പക്വതയുണ്ടോ? എടാ, ജീവിതത്തിലെ വർണ്ണങ്ങൾക്ക് നേരെ കണ്ണടക്കുന്നവർക്ക് ഇതൊക്കെ ചേരൂ. എന്റെ അനിയന് ഇത് വേണ്ട. നീ എല്ലാ സുഖവും അറിഞ്ഞ് ജീവിക്കണം. നീയേ പാന്റ് ഷർട്ട് ഇട്ടോണ്ട് വാ. പോ അർജുന, പോ. ഇന്നേതായാലും ഞാനിത് എടുത്തിട്ടില്ലേ. ഞാനിത് ഇടുന്നതാണ് ഭംഗി എന്നൊരാൾ പറഞ്ഞാൽ ജീവിതകാലം ഞാനിത് മാറ്റില്ല. ആര് പറഞ്ഞു? അതൊക്കെ ഉണ്ട്. അർജുന, അർജുന, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിച്ചോ, എന്നിട്ട് എനിക്ക് പോവാലോ. ആ, പിന്നെ ഇന്ന് മുഴുവൻ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ? നീ സത്യാന്വേഷണ പരീക്ഷകൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആ, എന്നാ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം. എനിക്ക് കേൾക്കണ്ട, ഞാൻ പോവാ. അനുരാധ, ആ ഡ്രസ്സിൽ അവനെ കണ്ട അനുരാധയുടെ മനസ്സ് മാറൂ. കയ്യിൽ വന്ന മഹാഭാഗ്യം കളഞ്ഞോ? ആ, ഇത്രയും കാലം മനസ്സിറക്കി വെച്ചിട്ട് നീ എന്തേ വഴിതെറ്റി ധർമ്മ? എന്നിട്ട് പറയിട്ടിച്ച എങ്ങനെയാ മേടിച്ചു കെട്ടിയത്? എന്തു പറയാനാ കല്യാണി, അന്ന് എനിക്ക് ഇവിടെ ബിസിനസ്സാ. കാണാനാണെങ്കിൽ സുന്ദരൻ. പെൺകുട്ടികൾ തെങ്ങിന്റെ മറവിൽ നിന്നും വീടിന്റെ പുറകിൽ നിന്നും ഒക്കെ എന്നെ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അതിപ്പോഴും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാ. ഒരു ദിവസം കോവിലകത്തിന്റെ അടുത്ത് പോയി. അന്ന് അവളെന്നെ നോട്ടം വെച്ചതാ. പിന്നെ വിട്ടിട്ടില്ല. ഒരുമാതിരി തോളി തൂങ്ങി എന്ന് പറഞ്ഞാ മതിയല്ലോ. പിന്നെ ഒന്ന് നന്നാക്കി എടുക്കാൻ ഞാൻ എത്ര നോക്കി, നടന്നില്ല. മനുഷ്യനായ ഒരു പുരോഗമനം വേണ്ടേ? പറഞ്ഞു പറഞ്ഞു മടുത്തപ്പോ ഞാൻ എന്ത് ചെയ്തു? ഒരു ജുബയും മുണ്ടും ഇട്ട് അങ്ങ് കൂടി. എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കും, ഇട്ടിച്ചത് എന്നാ പറ്റിയെന്ന്. ആ, തലവിധി തോർത്തി കളയാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഇട്ടിച്ചൻ തിരുത്തിയല്ലോ. എന്ത് കാര്യം കല്യാണി, അപ്പോഴും പാതി പാതാളത്തിൽ കിടക്കുമല്ലേ. ആ, പിന്നെ ഒരു ആശ്വാസം കർത്താവ് തന്നു. കല്യാണി, കല്യാണി. പോയിട്ടിച്ച ഇട്ടിച്ചിന്റെ ഒരു കാര്യം.